നമസ്കാരം. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന കോൺഗ്രസ് തീരുമാനത്തിന് ശേഷവും നേതാക്കൾക്ക് ആശയക്കുഴപ്പം തീരുന്നില്ല. ഗുജറാത്തിലെയും പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെയും നേതാക്കൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകാൻ കഴിയുന്നത് ഭാഗ്യമായി കരുതുമ്പോൾ പ്രതിഷ്ഠയ്ക്ക് മുൻപേ തന്നെ അയോധ്യയിലെത്തി പ്രാർത്ഥിക്കാനിരിക്കുകയാണ് യു പിയിലെ നേതാക്കൾ. NSSന് പിന്നാലെ SNDPയും ക്ഷേത്രപ്രതിഷ്ഠ മഹനീയ മുഹൂർത്തമാണ് എന്ന നിലപാടെടുത്തു. പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാ വിശ്വാസികളും വീടുകളിൽ ദീപം തെളിയിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ നിലപാടുകളുടെ സ്വാധീനമാണ് കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കൺഫ്യൂഷൻ തീർന്നോ? ക്ഷേത്രപ്രതിഷ്ഠാ നിലപാട് നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുമോ? കോൺഗ്രസ് പോകാത്തത് ഇടതുപക്ഷ നിലപാടിന്റെ സ്വാധീനം കൊണ്ടാണോ? സമുദായ സംഘടനകൾ കോൺഗ്രസിനെതിരാകുമോ? ഈ ചർച്ചയിൽ ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ. 22-ാം തീയതിയുടെ പരിപാടിയിൽ പ്രാണപ്രതിഷ്ഠാ വേളയിൽ ആരൊക്കെയാണ് ശ്രീകോവിലിൽ ഉണ്ടാവുക? ഒന്ന് പൂജാരി, പിന്നെയുള്ള ബാക്കി 4 പേർ. ഒന്ന് നരേന്ദ്രമോദി, പിന്നെ യോഗി ആദിത്യനാഥ്, മോഹൻ ഭാഗവത്, ആനന്ദിബെൻ പട്ടേൽ. ഇങ്ങനെ സമ്പൂർണ്ണമായി BJP RSS പരിപാടി ആയിരിക്കുന്ന ഒരു പരിപാടിയുടെ ചിയർ ലീഡർമാരായി അവിടെ പോയി ദൂരെ നിന്ന് എത്തി നോക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല എന്നുള്ളത് ആ പാർട്ടിക്ക് തീരുമാനിക്കാമല്ലോ. അത് തികച്ചും സ്വാഭാവികമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ലേ? അതും ക്ഷേത്രവും ഭക്തിയും ഒക്കെ ആയിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമുണ്ടോ? അത് 22-ാം തീയതിത്തെ പരിപാടിയുടെ രൂപരേഖ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അവിടെ അന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുക അതിൻ്റെ താന്ത്രിക ആചാര്യന്മാരായിരിക്കും. സാധാരണ എവിടെയും അതല്ലാത്ത ആളുകൾ അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആ രീതിയിൽ തന്നെയാണ് അയോധ്യയിൽ നടക്കാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൽ CG മനോജ് എഴുതിയതനുസരിച്ചാണെങ്കിൽ 5 പേരാണ് ശ്രീകോവിലിനകത്ത്, അതായത് വിഗ്രഹ പ്രതിഷ്ഠ നടക്കുന്ന ആ ഇടത്തുണ്ടാവുക. അതിൽ ഒരാൾ ഇതിന്റെ താന്ത്രികനാണ്. ബാക്കി 4 പേർ ഞാൻ പറഞ്ഞു: മോദി, ഭാഗവത്, യോഗി ആദിത്യനാഥ്, ആനന്ദിബെൻ പട്ടേൽ. RSS മേധാവിയും പിന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റല്ലേ. ഇന്ത്യൻ എക്സ്പ്രസും CG മനോജൊന്നും അല്ലല്ലോ. അവർക്കൊക്കെ ഇപ്പോൾ എന്തും എഴുതാം. ഇപ്പോൾ എന്ത് എഴുതിയാലും വായിക്കാൻ ആളെ കിട്ടും. കാരണം ഇതിങ്ങനെ ഈ വിവാദം ആക്കി കത്തിപ്പടർത്തുകയല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്തും പറയാം. പക്ഷേ നൃപേന്ദ്ര മിശ്രജിയുടെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള 3 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ടുള്ള പരാശരൻ അടക്കമുള്ള ആളുകൾ അംഗമായിട്ടുള്ള ട്രസ്റ്റാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവർ അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രോഗ്രാം അത് പുറത്തുവിട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ അത് മനസ്സിലാക്കുന്നില്ല അത് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് അത് അവർ പുറത്തുവിടും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറത്തു വരും. അതിൻ്റെ കാര്യക്രമം വരും. അതിൻ്റെ ആ രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഏതാനും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയെ അതിഥിയായി ക്ഷണിച്ചിട്ടുണ്ട്. RSSൻ്റെ തലവൻ ശ്രീ മോഹൻജി ഭഗവതിനെ അതിഥിയായി ക്ഷണിച്ചിട്ടുണ്ട്. പല ആളുകളെയും അതിഥികളായിട്ട് പ്രമുഖരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരിൽ പലരും, ബഹുഭൂരിപക്ഷം ആളുകളും വരും. അപ്പോൾ അവർ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് 22-ാം തീയതി 12:30 മണി എന്നാണ് എനിക്ക് കിട്ടിയ വിവരം, പുറത്ത് കിട്ടിയ വിവരം. 84 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങിൽ നടക്കും. അതിൻ്റെ ഫൈനൽ എന്താ പറയുക, മിനിറ്റ് ബൈ മിനിറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അല്ല, ഇവിടെ നമ്മൾ ശ്രീപത്മനാഭൻ 2 മുൻ ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ തന്നെ തറക്കല്ലിടൽ ചടങ്ങ്, 2 വാരണാസിയിലെ പുതിയ ആ നിർമ്മിതിയുടെ ഉദ്ഘാടനം. ഈ 2ഉം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പാർലമെന്റിന്റെ ഉദ്ഘാടനവും. ഈ 2 ഘട്ടങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച 2 മതപരമായ അല്ലെങ്കിൽ ക്ഷേത്രപരമായ ഇടങ്ങളിലും നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടുള്ള ആ നടുനായകത്വമുണ്ട്, വലിയ റോളുണ്ട്. അത് നമ്മൾ അയോധ്യയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ മിനിറ്റ് ബൈ മിനിറ്റ് ഡീറ്റെയിൽസ് വന്നില്ലെങ്കിൽ പോലും ഊഹിക്കാവുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ കാര്യമാണ്. ഇനി മോഹൻ ഭഗവത്തും കൂടി തുല്യം ഉള്ളതുകൊണ്ട്, അപ്പോൾ യോഗി ആദിത്യനാഥ്, ഗോരഖ്നാഥ് മഠത്തിന്റെ അധിപൻ കൂടി ഉള്ളതുകൊണ്ട് ഇനി മോദിയുടെ പ്രാധാന്യം
എന്തായാലും മോദിക്ക് തന്നെ ആയിരിക്കും പ്രാധാന്യം. എന്നാൽ ഇവർക്ക് കൂടി ചെറിയ ചെറിയ എന്തെങ്കിലും മോഹൻജി ഭാഗവത്തിനും യോഗി ആദിത്യനാഥിനും ചെറിയ ചെറിയ എന്തെങ്കിലും റോൾ കിട്ടുമോ എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് കണ്ട് ദൂരെ നിന്ന് ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് എന്തിനാണ് സോണിയാഗാന്ധി, അധിർ രഞ്ജൻ ചൗധരിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പോകേണ്ടത്? ഊഹിച്ചിട്ട് സംസാരിക്കാൻ ഞാനില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ അതിഥികളും, പ്രധാനപ്പെട്ട എല്ലാ അതിഥികളും ഒരു നിശ്ചിത അകലത്തിൽ അവിടെ നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാവും. അതിൽ ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള എന്താ പറയുക വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനമൊന്നും ഉണ്ടാവില്ല. ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ ഏതാണ്ട് ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് ഈ പരിപാടി വീക്ഷിക്കുന്നതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും അതിൽ നമുക്ക് കാത്തിരിക്കാം. കെ പി നൗഷാദ്, അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ്. കോൺഗ്രസിൽ എല്ലാ ധാരകളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഈ സർക്കാർ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠാപന ചടങ്ങ് സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. സോമനാഥ് ക്ഷേത്രത്തിൽ നെഹ്റു അക്കാര്യത്തിൽ അതിന്റെ ഉദ്ഘാടനത്തിലും തറക്കല്ലിടലിലും ഒക്കെ വിയോജിച്ചെങ്കിലും രാജേന്ദ്ര പ്രസാദ് പോയി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്ന കെ.എം. മുൻഷിയായിരുന്നു ട്രസ്റ്റിന്റെ ചെയർമാൻ. കോൺഗ്രസ് എല്ലാ കാലത്തും പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഈ രാമക്ഷേത്ര പ്രക്ഷോഭം എടുത്തു കഴിഞ്ഞാൽ BJP-യേക്കാൾ മുൻപേ കോൺഗ്രസിലെ ചില നേതാക്കൾ, കരൺ സിംഗ്, പഴയ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദ തുടങ്ങിയവരാണ് രാമക്ഷേത്ര വാദം ഉന്നയിച്ചതുപോലും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ 91 രാമക്ഷേത്രം പണിയും അയോധ്യയിൽ പള്ളി അവിടെ നിർത്തിക്കൊണ്ട് തന്നെ എന്ന് ഒരു വാഗ്ദാനം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിൽ എല്ലാ ധാരകളും ഉണ്ടെന്നിരിക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം സോണിയാഗാന്ധിയും കൂട്ടരും എടുക്കുമ്പോൾ അതിൽ വിയോജിപ്പുള്ള ധാരാളം നേതാക്കൾ ഉണ്ടാവില്ലേ? അവരുടെ വിയോജിപ്പ് കാണാതിരിക്കാൻ പറ്റുമോ? ഇവിടെ അഭിലാഷ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞൊരു സഹസ്രാബ്ദമായിട്ട് ഹിന്ദു ധർമ്മങ്ങളുടെ നിർവഹണവും നിർണയമൊക്കെ നിർണയിച്ചു പോരുന്ന ഒരു 4 ശങ്കരാചാര്യ മഠങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഒന്ന് ശൃംഗേരിയിലാണ്, കർണാടക. അതുപോലെ ഒറീസയിലെ പുരിയിലുണ്ട്, ഗുജറാത്തിലെ ദ്വാരകയിലുണ്ട്, അത് ഉത്തരാഖണ്ഡിലെ ജോഷിമഠ്. ഈ 4 മഠങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഈ 4 മഠങ്ങളെയും പ്രതിനിധീകരിച്ച് ജോഷിമഠിലെ ശങ്കരാചാര്യർ പറഞ്ഞത്, ഞങ്ങൾ ആരും 4 മഠങ്ങളും ഇതിൽ പങ്കെടുക്കുകയില്ല, കാരണം ഇതൊക്കെ ഹിന്ദു ശാസ്ത്രവിധിക്കെതിരായിട്ടാണ് അവിടെ നടക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പുരി ശങ്കരാചാര്യർ പറഞ്ഞത്, തർപ്പൺ മോദിജി കരേങ്കെ और मूर्ति को स्पर्श മോദിജി കരേങ്കെ फिर मैं क्यों वहाँ जाकर താലി ബജായെങ്കെ क्या എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എല്ലാം മോദിജി ചെയ്യുമ്പോൾ ഞാൻ പോയി അവിടെ കയ്യടിക്കാനാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അല്ല, അവിടെ ഒരു പ്രശ്നം, അത് വളരെ യാഥാസ്ഥിതികമായ ഒരു നിലപാടാണ്. കോൺഗ്രസ് ഞാൻ വിചാരിച്ച് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു എന്നാണ്, രാഷ്ട്രീയമായി ഒരു തീരുമാനം എടുത്തു എന്നാണ്. ഈ പുരിയിലെ ശങ്കരാചാര്യരും മറ്റ് ശങ്കരാചാര്യന്മാരും ഒക്കെ ഞങ്ങൾ ബ്രാഹ്മണരെ ചെയ്യേണ്ട കാര്യമാണ്, പിന്നെ ഒരു പിന്നോക്കക്കാരൻ പോയി അതിനകത്ത് തുടരണോ എന്നുള്ള മട്ടിൽ പറയുന്നതിനൊന്നും കോൺഗ്രസ് ഇവർ പറഞ്ഞില്ലേ എന്നുള്ള നിലയിൽ ഓൺ ചെയ്യല്ലേ? അല്ല, അതല്ല, ഞങ്ങൾ അതിനകത്ത് പിന്നോക്ക ബ്രാഹ്മൺ ഡിഫറൻസോ വ്യത്യാസമോ അല്ല പറയുന്നത്. ശങ്കരാചാര്യന്മാരുടെ പ്രശ്നം രാഷ്ട്രീയ നേതാക്കളും ഇവിടെ രാഷ്ട്രീയക്കാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവർക്കുള്ള ദുരുദ്ദേശത്തെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വളരെ കൃത്യമായ മറുപടിയുണ്ട് അഭിലാഷ്. കാരണം ഞങ്ങളുടെ ഒരു രാമനുണ്ട്, അത് ഗാന്ധിജിയുടെ രാമനാണ്. ഗാന്ധിജി ഈ രാജ്യത്ത് കാണിച്ചു തന്ന ഒരു വലിയ രാമൻ. നിങ്ങളറിയോ, ഗാന്ധിജി രാംധൻ പാടുന്നത്, അദ്ദേഹം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് രാം ഔർ റഹീം ഏക് ഹേ ഔർ ഹം സബ് ഉൻകാ ബേട്ടാ ഹേ എന്നൊക്കെയുള്ള രാംധനൊക്കെ പാടാൻ ഗാന്ധിയുടെ കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കെ.എം. മുൻഷിയും അതുപോലെ തന്നെ രാജാജിയും മാത്രമല്ല, നെഹ്റു ഉണ്ട്, ബോസുണ്ട്, കൃപാലിനിയുണ്ട്, ആസാദുണ്ട്, സൈഫുദ്ദീൻ കിച്ചിലു വരെയുള്ള ആളുകളുണ്ട്. അത്തരത്തിലാണ് ഈ രാജ്യം പുരോഗമിച്ചത്. ഞങ്ങളുടെ രാമൻ പത്തീത്ത് പാവന സീതാരാമാണ്, താഴെത്തട്ടിലുള്ള ആളുകളെ ഉദ്ധരിക്കുന്ന രാമനാണ്. ഞങ്ങൾ ദണ്ഡിയാത്ര നടത്തിയത് ശാന്താറാമിനെയും രാജാറാമിനെയും മുന്നിൽ വെച്ചാണ്. അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, അധികാരം പിടിക്കാൻ വളഞ്ഞ വഴി പാടില്ല, അത് ധാർമ്മികമായിരിക്കണമെന്ന്. അതാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളം പ്രതിഷ്ഠിച്ചു വെച്ചത്. ഗാന്ധിജി മരണസമയത്ത് വരെ ഹേ റാം എന്നുരുവിട്ടാ മരിച്ചത്. അങ്ങനെ രാം രാം എന്ന് ഹിന്ദുക്കൾ പറയുമ്പോൾ വലൈക്കും സലാം എന്ന് മുസ്ലിങ്ങൾ പറയുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിച്ച ഗാന്ധിയുടെ രാമനാണ് ഞങ്ങളുടെ മാതൃക. അല്ലാതെ കത്തി ചൂണ്ടി ജയ് ശ്രീരാം എന്ന് വിളിക്കട എന്ന് അലറുന്ന രക്തരൂക്ഷിതമായി രാമനെ കൊണ്ടുപോകുന്ന, വോട്ട് കിട്ടാൻ അധികാരത്തിലേറാൻ രാമനെ ദുർവിനിയോഗം ചെയ്യുന്ന, രാം കി നാം ബദ്നാം നാക്കരോ എന്ന് പണ്ട് ദേവാനന്ദന്റെ സിനിമയിലെ പാട്ടിൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന BJP-യുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ. ഞങ്ങളുടേത് ഗാന്ധിയുടെ രാമനാണ്. ആ രാമനിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രോദ്ഘാടന ചടങ്ങിൽ
പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. അത് പാർട്ടിയുടെ തീരുമാനമാണ്. പിന്നെ കോൺഗ്രസ് ഇത് കേഡർ പാർട്ടിയൊന്നുമല്ല. ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകാം, അവരൊക്കെ പറയും. പക്ഷേ പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം ഇതാണ്, തർക്കമില്ല. അത് പ്രത്യയശാസ്ത്രപരമായ ഞങ്ങളുടെ ഉറച്ച ബോധ്യത്തിൽ നിന്നുള്ള തീരുമാനമാണ് എന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും അത് നൗഷാദ് അലി, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്, ഞങ്ങൾ എടുക്കുന്നത് ഗാന്ധിയുടെ നിലപാടാണ്, ഞങ്ങൾ എടുക്കുന്നത് നെഹ്റുവിന്റെ നിലപാടാണെന്ന് കോൺഗ്രസിന് പറയാം. അത് നല്ല കാര്യമാണ്. മറ്റു പല നിലപാടുകളെയും കോൺഗ്രസിനകത്ത് തന്നെയുള്ള നിലപാടുകളെ തള്ളിയും കളയാം. പക്ഷെ അതിന് നിങ്ങൾ ഈ ശങ്കരാചാര്യന്മാരെ ഒന്നും കൂട്ടുപിടിക്കല്ലേ. വളരെ യാഥാസ്ഥിതികമായ പുരോഗമനപരമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ചരിത്രവും പാരമ്പര്യവും ഉള്ള ഒരു റിലീജിയസ് സെക്റ്റാണ്. ഈ മഹാത്മാഗാന്ധി പണ്ട് ഐത്തോച്ചാടനം പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ വലിയ തോതിൽ ഒരു ആശയരൂപീകരണം നടത്തിയെന്ന് മാത്രമല്ല, ഗാന്ധിജി സനാതന ഹിന്ദു ആണെന്നാണല്ലോ, മഹാത്മാഗാന്ധിയെ നോൺ ഹിന്ദു ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട ആളുകൾ ഇപ്പൊ മോദിയോട് ഇത് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ പോലും പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പിന്നെ അതിൽ പോവാന്നുള്ള മറ്റൊരു നിലപാടെടുക്കരുത്. ശങ്കരാചാര്യന്മാർക്ക് അവരുടെ നിലപാടുണ്ടാവും. കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ അല്ലേ എടുക്കേണ്ടത്. ഞാൻ അവിടെ പറഞ്ഞ ആംഗിൾ ഇത്രയേ ഉള്ളൂ. കാരണം കോൺഗ്രസ് പറഞ്ഞത് ഇതൊരു മതപരമായ ചടങ്ങ്, മതപുരോഹിതർ നടത്തേണ്ട ചടങ്ങ്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്, അല്ലെങ്കിൽ അമ്പലം ക്ഷേത്രം പൂർണ്ണമായിട്ട് പണിത് തീർക്കാത്തൊരു വേളയിൽ നടത്തുന്ന ചടങ്ങ് കേവലം വോട്ടിന് വേണ്ടിയുള്ളതാണ്. അതിനെ സാധൂകരിക്കുന്ന വിധം ശങ്കരാചാര്യന്മാർ പറയുമ്പോൾ അത് ഞങ്ങൾ കേൾക്കാനേ പാടില്ല എന്ന് പറയരുത്. അവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പറഞ്ഞ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ പല ഏടുകളും ഉണ്ടാകാം. പക്ഷേ അതല്ല, ആ പോയിന്റ് അല്ല ഇവിടെ ഞങ്ങൾ മുൻനിർത്തി പറഞ്ഞത്. ശരി, ശ്രീ കെ എസ് അരുൺകുമാർ, ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് CPM എടുക്കുന്നത് പോലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല ഇത്. കാരണം CPM-ന് ആ നിലപാട് അഫോർഡ് ചെയ്യാൻ കഴിയും. CPM പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലമല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മണ്ഡലം. അവർ ഉത്തരേന്ത്യയിലും നമ്മൾ കൗബെൽറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മേഖലയിലും ഒക്കെ BJP-യെ സംബന്ധിച്ച് BJP-യുടെ പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഈ ഇൻവൈറ്റ് ഞങ്ങൾ നിരസിക്കുകയാണെന്നൊരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ധീരമായ നിലപാടെന്നല്ലേ നിങ്ങൾ കാണേണ്ടത്. അതല്ലാതെ ഞങ്ങളെടുത്ത നിലപാടിൻ്റെ സ്വാധീനമാണിത്, ഇന്ത്യയിലെ ഇടതുപക്ഷം എടുത്ത നിലപാടിൻ്റെ സ്വാധീനം കൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതൊരു തരം എട്ടുകാലി മമ്മൂഞ്ഞിയൻ നിലപാടല്ലേ. അങ്ങനെ ഇപ്പോൾ CPM-ന്റെ നിലപാട് വേണോ കോൺഗ്രസിന് അവരുടെ സ്വന്തം നിലപാടെടുക്കാൻ? ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് വളരെ വൈകിയായാലും എടുത്ത നിലപാട് സ്വാഗതാർഹം തന്നെ. പക്ഷേ ഇത്ര വൈകിയെടുത്ത നിലപാടിൽ ഇടതുപക്ഷമടക്കം എടുത്ത നിലപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ തന്നെ CPM-ന്റെ അഭിപ്രായം പറഞ്ഞു, CPI പറഞ്ഞു, സമാജ്വാദി പാർട്ടി പറഞ്ഞു. അതിനുശേഷം കോൺഗ്രസ് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പൊതുമണ്ഡലത്തിൽ ഇത്തരത്തിലൊരു ചർച്ചയാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ്. ഇപ്പോഴും അവർ ഒരു രാഷ്ട്രീയ നിലപാടാണ് എടുത്തത് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രതിനിധികളും അടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സന്യാസിമാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പല മഠാധിപതികളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചടങ്ങ് ഇങ്ങനെയാണ്, പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന രൂപത്തിലെല്ലാം പറയുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണോ എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോഴും കോൺഗ്രസിന്റെ ഇപ്പോൾ കർണാടകത്തിൽ നവമാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് നടത്തുന്ന പ്രചരണം ഈ ജനുവരി മാസം 22-ാം തീയതി മുഴുവൻ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സംഘടിപ്പിക്കാവുന്ന മുഴുവൻ മേഖലകളിലും ജപ ഘോഷയാത്രകളും മറ്റ് ചടങ്ങുകളും സംഘടിപ്പിക്കണമെന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ക്ഷേത്രം പണിയാനുണ്ടായ അവസരം രാജീവ് ഗാന്ധി എടുത്ത നിലപാടിന്റെ ഭാഗമാണ് എന്ന രൂപത്തിൽ പരസ്യമായിട്ടുള്ള പോസ്റ്റിങ്ങുകൾ നിരവധി വരികയാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ 1949 അവിടെ ബാലനായിട്ടുള്ള രാമന്റെ വിഗ്രഹം വച്ചപ്പോഴുള്ള രാജ്യഭരണം നെഹ്റുവാണ്. അന്ന് നെഹ്റു പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടി അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും വരില്ല. 86-ൽ അത് മറ്റു മതത്തിലുള്ളവർക്ക് തുറന്നു കൊടുത്തത്, 89-ൽ വിഗ്രഹാരാധനയ്ക്കുള്ള അവസരം കൊടുത്തത്, 92-ൽ ഇത് പൊളിക്കുമ്പോഴും എല്ലാം കൃത്യമായിട്ട് ബാബറി മസ്ജിദിന്റെ താഴിക്കോടം തറക്കുമ്പോഴെല്ലാം കോൺഗ്രസ് തന്നെയാണ് 4 ഘട്ടത്തിലും അധികാരത്തിലിരുന്നത്. അതുകൊണ്ട് രാജീവ് ഗാന്ധി അത്തരത്തിലൊരു നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ BJP-ക്ക് ഇങ്ങനെ ഒരു മുദ്രാവാക്യം പോലും വയ്ക്കാൻ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അഭിപ്രായം വരെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്ന് വരികയാണ്. ഇവിടെ സുപ്രീം കോടതി ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏൽപ്പിച്ചൊരു ട്രസ്റ്റിനെയാണ്. എന്നാൽ ആദ്യം ഘട്ടം മുതൽ തന്നെ പ്രധാനമന്ത്രിയും അതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും മറ്റ് BJP-യുടെ നേതാക്കന്മാരും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആ ട്രസ്റ്റിനെ ഹൈജാക്ക് ചെയ്ത് ഇതിന്റെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റെടുത്തു. ഈ സമയത്തും പ്രിയങ്ക ഗാന്ധി ആയാലും കമൽനാഥ് ആയാലും ആദ്യഘട്ടം മുതൽ നടത്തിയ പ്രസ്താവനകൾ ഏതെങ്കിലും തരത്തിൽ BJP എടുത്ത ഈ നിലപാടിനെ വിമർശിക്കുന്ന തരത്തിലല്ല, അതിനെ ഒരു മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടുന്ന തരത്തിൽ ഇതിന്റെയൊക്കെ ഉത്തരവാദി ഞങ്ങളുമാണ് എന്ന രൂപത്തിലാണ്. അപ്പൊ ആത്യന്തികമായി പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർന്നതിൽ ഇവർക്ക് വിഷമമില്ല.
രാമക്ഷേത്രം അതേ സ്ഥാനത്ത് തന്നെ ഒരു വിശ്വാസത്തെ തകർത്ത് കളഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു വിശ്വാസത്തിന്റെ ആരാധനാലയം വരുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ ശരിക്കും ഒരു മതവിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിലും ഇവർക്ക് പരാതിയില്ല. അതുപോലെ ആ മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ട് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും കോൺഗ്രസിന് വിരോധമില്ല. പക്ഷേ ഈ 4 സാഹചര്യത്തിലും BJPക്ക് കിട്ടുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് വൈകിയെത്തിയ ഈ നിലപാടിന്റെ ഭാഗമായും പല നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി പറഞ്ഞത്, അതുപോലെ സമുന്നതരായിട്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവനയും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങളും എല്ലാം ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ നിലപാടാണ്. അവിടെ ശ്രീ അരുൺകുമാർ, ശരിയാണ് താങ്കൾ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ന ഒരു വലിയ ജനാധിപത്യ പാർട്ടിയിൽ ഈ ക്ഷേത്രത്തിൽ പോകണമെന്ന നിലപാടുള്ള ഒരുപാട് പേരുണ്ട്. ക്ഷേത്രത്തിൽ പോകണമെന്ന നിലപാടുള്ള ആളുകളുണ്ട്, അത് പോകുന്നതാണ് ശരിയെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ശരിയാണ്, ചില സംസ്ഥാന ഘടകങ്ങൾ വളരെ തീവ്രമായി ആ നിലപാട് പറയുകയോ പരസ്യമായി പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവരുടെ ദേശീയ നേതൃത്വം സോണിയാഗാന്ധിയും അധീർ രഞ്ജൻ ചൗധരിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും പാർട്ടി പ്രസിഡന്റും സോണിയാഗാന്ധിയും ലോക്സഭയിലെ കക്ഷി നേതാവും പോകുന്നില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെതായ വലിയ പ്രാധാന്യമില്ലേ? പാർട്ടിക്കകത്ത് ഇത്രയധികം നേതാക്കൾക്ക് ഇത്രയൊക്കെ നിലപാടുണ്ടായിട്ടും ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ക്ഷണം നിരസിക്കുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വലിയ ധീരതയല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ഈ 3 നേതാക്കന്മാർ പോകുന്നില്ല എന്ന നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് 29ഓളം വരുന്ന പ്രതിപക്ഷ കക്ഷികൾ ഒറ്റ മുന്നണിയായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ 2-3 മാസമുള്ളൂല്ലോ. ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പണി 60% പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നും ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സമയം പോലും ആയിട്ടില്ല എന്നും അതുപോലെ ഉദ്ഘാടനം ചെയ്യാനുള്ള മറ്റു സാഹചര്യങ്ങളൊന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്നും വ്യക്തമാണ്. അപ്പോൾ ധൃതി പിടിച്ച് ഈ ജനുവരി മാസം 22-ാം തീയതി ഇങ്ങനെ ഒരു ദിനം കണ്ടെത്തി ഉദ്ഘാടനം ചെയ്യാനുള്ള സാഹചര്യം തന്നെ തനി പൊളിറ്റിക്കൽ മോട്ടീവാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കുന്നതാണ്. ഇത് സുപ്രീം കോടതി വിധിക്ക് എതിരാണ്. കാരണം ഈ ക്ഷേത്രം പണിയുമ്പോൾ തന്നെ അപ്പുറത്ത് ബാബറി മസ്ജിദിന്റെ സമാനമായിട്ടുള്ള പള്ളി പണിയണമായിരുന്നല്ലോ. അവിടെയും ഒരു ട്രസ്റ്റിനെ ഏർപ്പെടുത്തി അതിന് ഗവൺമെന്റ് സംവിധാനം ചെയ്യണമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസത്തെ മാത്രം കേന്ദ്രീകരിക്കുകയും ആ വിശ്വാസത്തിന് മാത്രം പ്രൊമോഷൻ കിട്ടുകയും അതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി മാറുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ശക്തമായ ഉറച്ച നിലപാട് വരണം. ആ നിലപാട് വരാനുണ്ടായിട്ടുള്ള ഡിലേ മറ്റു പല രാഷ്ട്രീയ കക്ഷികളും നിലപാട് സ്വീകരിച്ചിട്ടും ആ കോൺഗ്രസിന്റെ ഉള്ളിലെ തന്നെ പല നേതാക്കന്മാർക്കും അവരവരുടെ അഭിപ്രായം പറയാനും അവരവരുടെ രീതിയിൽ എക്സ്പ്രഷൻ നടത്താനും നവമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്താനും എല്ലാം ഒരു അവസരം ഒരുക്കിയ ആ ഒരു സാഹചര്യത്തെ കൂടി ഒഴിവാക്കി നല്ലൊരു പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. ഇപ്പൊ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ശ്രീലങ്കയിൽ ഞങ്ങൾ സീതാക്ഷേത്രം പണിയും എന്നതുൾപ്പെടെ. അപ്പൊ പല ഘട്ടത്തിൽ പോലും ഈ തീവ്ര ഹിന്ദുത്വത്തിലൂടെ ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലം കണ്ട് ശക്തമായി പ്രതിരോധിക്കുന്നതിന് പകരം ഒരു മൃദു ഹിന്ദുത്വത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിന് വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കോൺഗ്രസ് 450 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് 41ലേക്ക് ചുരുങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യം, ആ സാഹചര്യത്തിന് ഫലം പരിശോധിക്കണം. ശരി, ഓക്കെ. ശ്രീ VP ശ്രീപത്മനാഭൻ, തെരഞ്ഞെടുപ്പിന് മുൻപ് പെട്ടെന്ന് ഉദ്ഘാടനങ്ങൾ നടത്തുന്ന പല സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ എയർപോർട്ട് UDFന്റെ കാലത്താണ് പണിയാൻ തുടങ്ങിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അത് പണി പൂർത്തിയാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള എയർപോർട്ടായത് മാറുകയും ചെയ്തതെന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. പക്ഷേ ഉദ്ഘാടനം അത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ്. അതൊരു എന്താ പറയുക, ഇലക്ഷൻ നെസസിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യമായി ഇപ്പോൾ എയർപോർട്ടോ അതല്ലെങ്കിൽ തുറമുഖമോ ഒക്കെ വരുന്നത് പോലെ സർക്കാരുകൾ അവരുടെ ക്രെഡിറ്റായി പറയുന്നത് പോലെയാണോ ഒരു ക്ഷേത്രം? ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ശങ്കരാപീഠങ്ങൾ പറയുന്നു എന്ന് ശങ്കരാചാര്യന്മാർ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ വിടൂ. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുക? അങ്ങനെ പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഹിന്ദു ശാസ്ത്ര വിധികൾക്ക് എതിരാണ്. ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്ന് കരുതി, ഇപ്പോൾ രാമൻ ഇലക്ഷനിലെ കാൻഡിഡേറ്റ് അല്ലല്ലോ, ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്ന് കരുതി 60% കഴിഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പൂർത്തീകരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയും എന്ന ചോദ്യം ഹിന്ദു മതത്തിലെ സന്യാസിമാരും അവരുടെ ആചാര്യന്മാരും ചോദിച്ചാൽ അതിനെന്താണ് മറുപടി? അല്ല, ഞാൻ കോൺഗ്രസിൻ്റെ കർണാടക ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഒന്ന് വായിച്ചു തരാം. Despite the Congress central leadership dragging its feet on spelling out its stand on attending Ram Temple inauguration on January 22, the Karnataka government has gone ahead and instructed the Hindu Religious and Charitable Endowments Department to arrange special pujas at all state-run temples on the day of the
consecration ceremony in Ayodhya. Defending the Karnataka government's decision, senior Congress leader and Deputy CM of the state, D.K. Shivakumar, said on Monday that ultimately we are all Hindus. അപ്പോൾ കർണാടക ഗവൺമെൻറ് സംസ്ഥാന ഹിന്ദു എന്താ പറയുക ക്ഷേത്ര വകുപ്പിൻ്റെ കീഴിലുള്ള 12,000-ഓളം വരുന്ന ക്ഷേത്രങ്ങളിൽ ഈ ജനുവരി മാസം 22-ാം തീയതി പ്രത്യേക പൂജകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, ഉത്തരവിറക്കിയിരിക്കുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ D.K. ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി വി ഓർ ആൾ ഹിന്ദുസ് എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ശ്രീ ശശി തരൂർ നിൽക്കുന്നുണ്ട്, നമ്മളെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP. ആ കോൺഗ്രസ് MP എന്താ ചെയ്തത്? ശശി തരൂർ ഡിഫൻസ് D.K. ശിവകുമാർ ഓവർ രാം മന്ദിർ സെലിബ്രേഷൻസ് ഇൻ അയോധ്യ. അപ്പോൾ ശശി തരൂർ അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് ശശി തരൂരും പറഞ്ഞിരിക്കുന്നത്. അതായത് D.K. ശിവകുമാർ അങ്ങനെ ഇത് ഞാൻ ആദ്യം വായിച്ചത് ഫിനാൻഷ്യൽ എക്സ്പ്രസ്, പിന്നെ വായിച്ചത് ഇന്ത്യ ടുഡേ. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണ്? അവിടെ അന്നേ ദിവസം ഇത് നടക്കാൻ സമയമായിട്ടില്ല എങ്കിൽ എന്തിനാണ് കർണാടക കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള 12,000 സംസ്ഥാന സർക്കാരിൻ്റെ ഹിന്ദു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തുന്നത്? 1. 2. ഹിമാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗ് എന്തിനാണ് അങ്ങോട്ട് വരാൻ നിൽക്കുന്നത്? അഭിലാഷ് എഴുതി വെച്ചോ, നിരവധി പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ ജനുവരി മാസം 22-ാം തീയതി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വരും. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വം പറയുന്നതൊന്നും അല്ല കാര്യം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 985 മുതൽ കോൺഗ്രസിൻ്റെ അയോധ്യയിലുള്ള ക്ഷേത്രത്തെ സംബന്ധിച്ച നിലപാട് ഉണ്ടില്ല എന്നാണ്. ഉണ്ടെന്നുമല്ല, ഇല്ല എന്നല്ല, ഉണ്ടില്ല എന്നാണ്. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഉത്തർപ്രദേശിലെ നാരായൺ ദത്ത് തിവാരിയുടെ ഗവൺമെൻറ്റാണ് ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തത്. 1989 കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് അയോധ്യയിൽ നിന്നാണ്. അപ്പോൾ അന്നൊക്കെ കോൺഗ്രസ് ഇതിന് അനുകൂലമായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ വെച്ച് കോൺഗ്രസ് പിന്നോട്ട് പോയി. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വായിച്ചറിഞ്ഞത് രാജീവ് ഗാന്ധിക്ക് 1989 വീണ്ടും അധികാരം ലഭിച്ചാൽ 2 കൂട്ടരെയും വിളിച്ചിരുത്തി സംസാരിച്ച് ഇത് തീർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നും ഇന്ന് സുപ്രീം കോടതി പറഞ്ഞതുപോലെ അത് ഒരു പള്ളിയും അവിടെ കുറച്ച് മാറി പണിത് ഈ പ്രശ്നം സുപ്രീം കോടതി ഇന്ന് തീരുമാനിച്ച രീതിയിൽ തീർക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു അത്രേ. പക്ഷേ 89 ഭരണം കിട്ടിയില്ല. 91 കോൺഗ്രസ് ഭരിച്ചെങ്കിലും ഭരിച്ചത് 221 സീറ്റ് കൊണ്ടാണ്, പലരുടെ സഹായത്തോടു കൂടിയാണ്. പിന്നീട് മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ആദ്യം 145 സീറ്റും പിന്നെ കിട്ടിയത് 205 സീറ്റുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 89 ശേഷം ഒരു കേവല ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിന് ഭരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ രാഷ്ട്രീയപരമായ അവരുടെ വീക്ക്നെസ്, അവരുടെ ക്ഷീണിച്ച അവസ്ഥയാണ് ഈ ഉണ്ടില്ല നിലപാടിലേക്ക് അവരെ എത്തിച്ചത്. 89 അവർ ക്ലിയർ ആയിരുന്നു. വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് രാജീവ് ഗാന്ധി അനുവാദം കൊടുത്തത് ശിലാന്യാസത്തിന്. ഇതിനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് 49 എതിർത്തു. ആ കാര്യമൊക്കെ രാജീവ് ഗാന്ധിക്ക് അറിയില്ലേ? എന്തിനാണ് രാജീവ് ഗാന്ധി ഗവൺമെൻറ്, ND തിവാരി ഗവൺമെൻറ് ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തത്? ശിലാന്യാസത്തിനാണ്. പ്രപ്പോസ്ഡ് റാം ടെമ്പിളിൻ്റെ, അതായത് ആ തർക്കമന്ദിരം നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പ്രപ്പോസ്ഡ് റാം ടെമ്പിളിന് അവിടെ തന്നെ ശിലാന്യാസം നടത്താൻ എന്തിനാണ് കോൺഗ്രസ് അനുവാദം കൊടുത്തത്? അപ്പോൾ അന്നത്തെ നിലപാടല്ല ഇന്നത്തെ നിലപാട്. ഈ കാലാകാലം കോൺഗ്രസിൻ്റെ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഇപ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോൺഗ്രസിന് ഭരണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് 22-ാം തീയതി ആഘോഷമാണ്. അതേ സമയത്ത് ചില കോൺഗ്രസ്സുകാർ പോകുമെന്ന് പറയുന്നു, ദേശീയ നേതൃത്വം പറ്റില്ല എന്ന് പറയുന്നു. നിലപാടില്ല, അവരിങ്ങനെ ഉണ്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അതാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് എനിക്ക്. അല്ല, ഈ കോൺഗ്രസിന്റെ പഴയ കാലവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല. കോൺഗ്രസ്, CPM, BJP ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇന്ത്യയിലെ ഹിന്ദു സന്യാസി സമൂഹം അല്ലെങ്കിൽ ഈ വിശ്വാസപരമായി ഇത്തരം എന്താ പറയുക ചില കാര്യങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശം കൊടുക്കുന്ന സന്യാസി സമൂഹത്തിൽ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു. കഴിയാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ കഴിയില്ല എന്ന് ശങ്കരാചാര്യന്മാർ നിലപാടെടുക്കുന്നു. അപ്പം അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇതൊരു
പൊളിറ്റിക്കൽ ഇവന്റ് ആണ് എന്ന് സന്യാസി സമൂഹം പറയുക, അല്ലെങ്കിൽ സന്യാസി സമൂഹങ്ങളിലെ ചില സെക്ടുകളുടെ അധിപന്മാർ, ചില മഠാധിപന്മാർ പറയുക എന്നുള്ളത് BJP എങ്ങനെ കാണുന്നു? ഇത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇവന്റായി, ബാക്കി കോൺഗ്രസിന്റെ നിലപാട് അവിടെ നിൽക്കട്ടെ. BJP ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ തീരാത്ത ഒരു ക്ഷേത്രം, വിമാനത്താവളവും പോർട്ടും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് മാതിരി ഒരു റിലീജിയസ് സ്ട്രക്ചർ എങ്ങനെയാണ് കഴിയാതെ ഒരു ഇലക്ഷൻ രീതിയിൽ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള മൗലികമായ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവെ ഹിന്ദു ക്ഷേത്ര പ്രതിഷ്ഠ, ക്ഷേത്ര വിഗ്രഹം, അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ചുറ്റളവ്, അതിൻ്റെ പ്രദക്ഷിണം ചെയ്യുന്ന ആ ഭാഗം, അതിൻ്റെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനനുസരിച്ച് വിഗ്രഹത്തിന് എത്ര വലുപ്പം വേണം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉപദേവങ്ങൾ, ഈ വക കാര്യത്തിൽ അന്തിമമായ അഭിപ്രായം പറയുക താന്ത്രിക ആചാര്യന്മാരാണ്, അല്ലാതെ സന്യാസിമാരല്ല. താന്ത്രിക ആചാര്യന്മാരാണ്. താന്ത്രിക ആചാര്യന്മാരുടെ വിധി പ്രകാരമാണ് ഈ വക കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട് അത് നടത്തുക. അവരാണിത് ചെയ്യുകയും ചെയ്യുക. ഇപ്പം സന്യാസിമാർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീകോവിലിൻ്റെ അകത്ത് പ്രവേശിക്കാറ് പോലുമില്ല. അപ്പോൾ സന്യാസിമാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ ഹിന്ദു ധർമ്മത്തിലുണ്ടല്ലോ. ഏത് കാലത്തും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ വരുമല്ലോ. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ താന്ത്രിക വിധി പ്രകാരം നടത്തുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ക്ഷേത്ര ട്രസ്റ്റ് അതിനുമായി ബന്ധപ്പെട്ട, മാത്രമല്ല അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി സമൂഹമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തന്ത്രികൾക്കൊന്നും പോയിട്ട് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റില്ല. അവിടെ ഒരു താന്ത്രി സമൂഹമുണ്ട്. ആ താന്ത്രിക സമൂഹമാണ് ആ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കേണ്ടത്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവരുടെയൊക്കെ അഭിപ്രായം വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ട്രസ്റ്റ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഹിന്ദു ധർമ്മത്തിൽ യാതൊരു നിരോധനവും ഇല്ലല്ലോ. ശരി, ഓക്കെ. ശ്രീ നൌഷാദ് അലി, ഇവിടെ നേരത്തെ കർണാടക സർക്കാരിൻ്റെ അവരുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ 22-ാം തീയതി പ്രത്യേക പൂജ നടത്തണമെന്ന നിർദ്ദേശവും അതേക്കുറിച്ച് DK ശിവകുമാർ പറഞ്ഞതുമൊക്കെ ശരിയാവണ്ണം ശ്രീ പത്മനാഭൻ സൂചിപ്പിച്ചു. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കർണാടകയുടെ ബ്ലൂടിക്കുള്ള ഒഫീഷ്യൽ പേജിൽ കോൺഗ്രസ് നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഈ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് തന്നെ കോൺഗ്രസ് ആണ് അവകാശപ്പെടുന്നത്. രാജീവ് ഗാന്ധി ഗേവ് ദ ഓപ്പർച്യൂണിറ്റി ടു വർഷിപ്പ് രാം for the first time in Ayodhya in 85-86. Rajiv Gandhi gave opportunity to Vishwa Hindu Parishad to lay foundation stone of Ram Mandir in 1989. If Rajiv Gandhi had not taken the first step, BJP would not have through about this. Congress government made Ramayana serial broadcast in Doordarshan and made Ram Lalla to see every house. നോക്കൂ, ഗേറ്റ് തുറന്നത്, ശിലാന്യാസം പിന്നെ അനുവദിച്ചത് തുടങ്ങി രാമായണം സീരിയൽ വരെ ഞങ്ങളിത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ BJPക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ലായിരുന്നുവെന്ന് നിങ്ങളുടെ കർണാടകയിലെ പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിലിൽ ഔദ്യോഗികമായി പോസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലെയിമാണ്. അപ്പോൾ ഈ ഓരോ ഇടത്ത് ഓരോ നിലപാട് എന്നുള്ള നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിനെ സ്വാഭാവികമായും BJPക്കും ഇടതുപക്ഷത്തിനൊക്കെ വിമർശിക്കാൻ പറ്റും. ഇവിടെ അഭിലാഷേ, ഈ കോൺഗ്രസ് ഈ പരിപാടിയിൽ പോകുമോ ഇല്ലയോ എന്ന നിലപാട് വന്നതിന് ശേഷം ഏതെങ്കിലും കോൺഗ്രസ് ഘടകങ്ങളോ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ ഇത്തരത്തിൽ വല്ല പ്രസ്താവനകളോ നിരീക്ഷണങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഒരുപാട് നേതാക്കൾ ഒരു കാരണവശാലും അതിന് പോകരുത് എന്ന് പരസ്യ നിലപാടെടുത്തവരുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള നിലപാട് പറഞ്ഞവരുണ്ട്. ഈ രണ്ട് വിഭാഗവും ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യ മുഴുവനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കോൺഗ്രസ് ഇപ്പോൾ ഒരു ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാനിവിടെ CPMൻ്റെ സുഹൃത്തിൻ്റെ ഈ പ്രസ്താവനകൾ മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ 99% കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതിൽ ഇദ്ദേഹമൊക്കെ പറയുന്ന പച്ചക്കള്ളങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഇവിടെ ഇന്ത്യ മുന്നണിയെ നിങ്ങളെടുക്കുക, ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് പുറത്ത് ഇക്കാര്യത്തിൽ ഒരു പരസ്യ നിലപാടെടുത്ത മറ്റൊരു പാർട്ടി ഇവർ മുച്ചൂടും എതിർക്കുന്ന തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ്. ജനതാദൾ യുണൈറ്റഡ് ഈ പരിപാടിക്ക് ക്ഷണം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞവരാണ്. ഇവർ സഖ്യകക്ഷിയായി കൊണ്ടു നടക്കുന്ന NCP ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിലപാട് വ്യക്തമാക്കാമെന്ന നിലപാടുള്ളവരാണ്. സമാജ്വാദി പാർട്ടി ഇതിനനുകൂലമായിട്ട് ബാനറുകളും ഫ്ലക്സും ഒക്കെ UP സ്ഥാപിച്ച ആളുകളാണ്. AAP ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇവരുടെ കേരളത്തിലെ മറ്റൊരു സഖ്യകക്ഷി ദേവഗൗഡയുടെ പാർട്ടി ആ പരിപാടിക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റും ഒക്കെ ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്.
അപ്പോൾ ഇതാണ് CPM-കാർ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ നുണ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ കോൺഗ്രസ് അങ്ങനെ എന്ന് പറയരുത്. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഉത്തരം താങ്ങുന്ന പല്ലിയെപ്പോലെ ഞങ്ങളെടുത്ത തീരുമാനം കൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ എടുത്തതെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരമാണ്. നിങ്ങൾ ഈ RSS-നും BJP-ക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ നിരത്തിയല്ലോ. ഈ പാർട്ടി RSS ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയുടെ കൂടെ തോളത്ത് കൈയിട്ട് 77 നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായില്ല? 89 ഈ പറയപ്പെട്ട 89 ഇവരുമായി ചേർന്ന് ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോൾ എന്താ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ല? ഇത്തരത്തിലൊക്കെ ഉളുപ്പില്ലായ്മ പറയുന്ന നിങ്ങൾക്ക് ഈ കേരളത്തിലെ മലബാറിലേക്ക് 4 മതേതര വോട്ട് കിട്ടാൻ വേണ്ടി ഏത് വേഷവും കെട്ടിയാടുന്ന നിങ്ങൾക്ക് ലോകവും രാജ്യവും ഇടിഞ്ഞു പറഞ്ഞാലും വിജയനും വീണയും റിയാസും കാലാകാലം ഭരിക്കണമെന്ന് കരുതുന്ന നിങ്ങൾക്ക് ഇതിനപ്പുറത്തൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട നേരത്തും നിങ്ങൾ വഴിതിരിഞ്ഞ് കോൺഗ്രസിൻ്റെ നേരെ പാഞ്ഞു കയറാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. കാരണം അത് നിങ്ങളൊരു ഗതികേടായിപ്പോയി. അത് ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തും. കോൺഗ്രസ് ഇവിടെ അസന്നിഗ്ധമായിട്ട് ഒരു നിലപാട് എല്ലാ കാലത്തും എൻ്റെ പൊന്നോ അരുൺകുമാറെ, താങ്കളുടെ ഊഴത്തിൽ ഞാൻ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഊഴത്തിൽ നിങ്ങൾ കയറി ഇടപെടരുത്. നിങ്ങൾ പ്രകോപനപരമായിട്ട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടും ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾക്ക് കേരളവും മലബാറും മുസ്ലിം വോട്ടും മാത്രമാണ് നിങ്ങളുടെ വിഷയം. അത് ഏക സിവിൽ കോഡായാലും പൗരത്വമായാലും പലസ്തീനായാലും രാമക്ഷേത്രമായാലും ആ 4 വോട്ട് കിട്ടാൻ നിങ്ങൾ ഏത് തറവേലയും കാണിക്കും. നിങ്ങൾ ആളുകളെ വർഗീയമായി വിഭജിക്കും. അതാണ് ഇവിടെയും നിങ്ങൾ ചെയ്യുന്നത്. എത്രമാത്രം ലജ്ജാകരമാണിത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അല്ല, അവിടെ ശ്രീ നൗഷാദിൽ ഉള്ളൊരു പ്രശ്നം ഒന്ന്, ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസിന്റെ നിലപാട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇത് ഇപ്പോൾ കേരളത്തിൽ തന്നെ സെനാരിയോ നമ്മൾ എടുക്കും. ഇനി മറ്റെവിടേക്കും പോകണ്ട. CPM-നെ സംബന്ധിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. CPM ഈ ക്ഷേത്ര ചടങ്ങിന് പോവില്ല എന്ന് അവരുടെ അണികൾക്കും അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ആളുകൾക്കും ഒക്കെ ധാരണയുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് CPM-നെ പോലൊരു പാർട്ടി അല്ലല്ലോ. ഇപ്പോൾ NSS കോൺഗ്രസിന്റെ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് NSS ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകണം എന്ന നിലപാട് നായർ സർവീസ് സൊസൈറ്റി പ്രഖ്യാപിക്കുന്നു. ഇന്നിപ്പോൾ SNDP യോഗം, കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ 2 പ്രബല സമുദായ സംഘടനകൾ, ഇന്നിപ്പോൾ SNDP യോഗം പറയുന്നു ഇത് അവിടെ പോവുക എന്നുള്ളത് മഹനീയമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല എല്ലാ വിശ്വാസികളും ആ ദിവസം വീട്ടിൽ വിളക്കെത്തിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ CPM-ന്റെ അവരുടെ ഒരു സപ്പോർട്ടർ ബേസും വോട്ട് ബേസും ഒക്കെ വേറെയാണ്, കോൺഗ്രസിൻ്റെത് മറ്റൊന്നാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിലപാടെടുക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലും എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാവുന്നതാണ്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് വളരെ സ്പഷ്ടമാണ്. ഞാൻ എൻ്റെ ആദ്യ ഊഴത്തിൽ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു രാമസങ്കല്പമുണ്ട്. ഞങ്ങളുടെ രാമസങ്കല്പമാണ് ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിയത്, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ആ സങ്കല്പത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗാന്ധി അത്തരത്തിലൊരു രാമസങ്കല്പം മുന്നോട്ട് വെച്ച കാലത്ത് ഗാന്ധിയെ ഹിന്ദു വർഗീയവാദിയാക്കിയവരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ അന്നത്തെ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ വിഭജന നയത്തിന് മുഴുവൻ പ്രവിശ്യകൾക്കും സ്വാതന്ത്ര്യം നൽകണമെന്ന നിലപാടെടുത്തുകൊണ്ട് സഹായകമായ നയം സ്വീകരിച്ചവരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ. അവരൊക്കെയാണ് ഇന്ന് ഞങ്ങളെ വിമർശിക്കാനും എതിർക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് റഫറൻസുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഇവിടുത്തെ സമുദായ സംഘടനാ നേതാക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കാനും ഇങ്ങനെയുള്ള ലെറ്ററോ അല്ലെങ്കിൽ ഉത്തരവോ അല്ലെങ്കിൽ നയമോ ഒക്കെ പുറത്തുവിടാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരങ്ങനെ ചെയ്തു കൊള്ളട്ടെ. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ഒരു രാഷ്ട്രീയ സംസ്കാരവും നയവും ആദർശവും ഉള്ള ഒരു മുന്നേറ്റമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നയമായിട്ട് മുന്നോട്ട് പോകുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് മറ്റുള്ളവരായിട്ടൊക്കെ യുദ്ധം എന്നൊന്നും അതിനർത്ഥമില്ല. അവരങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കട്ടെ, നമുക്ക് കാണാം. ശരി, ഓക്കെ. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ CPM-ന്റെ നിലപാട് എന്ന് പറയുമ്പോൾ CPM വിശ്വാസത്തിന് ഞങ്ങൾ സംരക്ഷണം ഒരുക്കുന്നവരാണ് എന്ന സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രസംഗം ഞാൻ കുറച്ചു മുമ്പ് കേട്ടതേ ഉള്ളൂ. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ വിശ്വാസമില്ലാത്ത ആളുകളുണ്ടാവും, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷേ ബേസ് മുഴുവൻ അങ്ങനെയല്ലല്ലോ. ഈശ്വര വിശ്വാസികളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ വിശ്വാസികൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ആ പാർട്ടിയിലെ വിശ്വാസികൾ ചിലപ്പോൾ ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെ പോവുകയും ചെയ്യുമായിരിക്കും. അതിനപ്പുറത്തുനിന്ന് ഈ ചടങ്ങ് ഇതിൽ ഹിന്ദുത്വമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് BJP-യുടെയും RSS-ന്റെയും ഒരു പൊളിറ്റിക്കൽ ചടങ്ങായി മാറുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. ഞാൻ നേരത്തെ ശ്രീ പത്മനാഭനോട് ചോദിച്ച പോലെ ഒരു ഇലക്ഷൻ അർജൻസി എന്നുള്ള നിലയിൽ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വരുന്നു. അതിൽ എല്ലാവരും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നിർവഹിക്കുന്നവരായി പൂജാരിയെ കൂടാതെ RSS-ന്റെ അധ്യക്ഷൻ, പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ അവിടുത്തെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയ ആളുകൾ വരികയും ഇത് സമ്പൂർണ്ണമായ ഒരു BJP ഷോയായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ ഒരുമിച്ച് നിന്ന് അവിടെ നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഷോയാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് 1989 അവർക്ക്
ഹിന്ദുത്വം ഉണ്ടായിരുന്നോ ഇവർക്ക് ഹിന്ദുത്വം ഉണ്ടായിരുന്നോ അന്നേരം എങ്ങനെയായിരുന്നു ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതില് ഇപ്പൊ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് CPM ഏറ്റവും ആദ്യം തന്നെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു. ഇന്ത്യ മുന്നണിയുടെ കരുത്ത് ചോരാതെ ഒരു സ്വതന്ത്ര നിലപാട് അല്ലെങ്കിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ പലതരത്തിലുള്ള ആശയവിനിമയവും കമ്മ്യൂണിക്കേഷനും ഇടപെടലൊക്കെ നടന്നിട്ടുണ്ടാകുമല്ലോ. ഏതായാലും ഇന്ത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് യോജിക്കാവുന്ന മുഴുവൻ വിഷയങ്ങളിലും കൂടിയോജിച്ചു പോകണം, സമാന സ്വഭാവത്തോടെ പോകണമെന്ന് തീരുമാനമെടുക്കുകയും ഇപ്പൊ ഈ ക്ഷേത്ര ഉദ്ഘാടനം പോലുള്ള ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റാൻ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തില് പോയി ഏറ്റവും പ്രധാന കക്ഷിയായ കോൺഗ്രസ് പങ്കെടുത്താൽ ഉണ്ടാകുന്ന ഇന്ത്യ മുന്നണിയുടെ നയവൈകല്യം അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള പൊരുത്തക്കേട് ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യും എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ഒരു കരുത്തേകുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇന്ന് കോൺഗ്രസ് സ്വീകരിച്ചത്. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ നൗഷാദ് അലിയോട് ചോദിച്ചല്ലോ, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വ്യത്യസ്ത നിലപാടെടുക്കുന്നതും പല നേതാക്കന്മാർ പല രൂപത്തിൽ പ്രതികരിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണവും അതുപോലെ തന്നെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് അവിടെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും എല്ലാം കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളും എല്ലാം നമ്മുടെ ഗൗരവമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ മധ്യപ്രദേശിൽ എല്ലാവരും ഹനുമാന്റെ രാമന്റെ ഒക്കെ പ്രൊഫൈൽ പിക്ചർ ആക്കണമെന്ന് പറഞ്ഞതും അതനുസരിച്ച് രാഹുൽ ഗാന്ധി തന്നെ തന്റെ പേജിലൂടെ ശ്രീരാമന്റെ ഗുണങ്ങളെ പറ്റി ട്വീറ്റ് ചെയ്തത്, അപ്പൊ അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നമ്മുടെ വെള്ളി ഇഷ്ടിക കൊണ്ടേ കൊടുത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പറഞ്ഞു പോകുമ്പോൾ CPM ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ നമ്മൾ CPM-നെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ കക്ഷികൾ, മതനിരപേക്ഷ സ്വഭാവമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരെല്ലാം കടുത്ത ആശങ്കയിലാണ്. കാരണം ഇതൊരു തുടക്കം മാത്രമാണെന്നുള്ള ഭയം അവർക്കുണ്ട്. ഇപ്പൊ ഗ്യാൻ ബാബി മധുര ക്ഷേത്രം, അതുപോലെ 400-ഓളം ക്ഷേത്രങ്ങൾ ഇപ്പോൾ തന്നെ അടി പരിശോധിച്ച് അതിന്റെ മണ്ണുമാന്തി പരിശോധിക്കണമെന്നും ഇവെല്ലാം പണ്ട് ക്ഷേത്രമായിരുന്നു, പിന്നെ ബാബറിന്റെ കാലത്തും മറ്റു കാലത്തും എല്ലാം പള്ളി പണിതാണെന്നും അതൊക്കെ മണ്ണ് പരിശോധിക്കണം എന്നുള്ള പല കേസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണോ? രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാട് എന്നേക്കുമായി അട്ടിമറിക്കപ്പെടുന്നതിന്റെ തുടക്കമാണോ എന്ന് ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ന് ഈ കോൺഗ്രസിന്റെ തീരുമാനം വരുന്ന ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ഭയങ്കര ആശങ്കാകുലരാണ്. കാരണം ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണോ എന്ന് സംശയം ഉന്നയിക്കുന്നതിലും ന്യൂനപക്ഷ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നതല്ലേ. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം കക്ഷികളും ഈ വിഷയത്തിൽ ഒരു ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഭരണഘടനയുടെ നിലനിൽപ്പിനും എല്ലാം അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയാണെന്ന് ഉള്ളതിന് ഇതിലും കൂടുതലൊരു തെളിവില്ലല്ലോ. ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഏകപക്ഷീയമായി പ്രധാനമന്ത്രി തന്നെ പൂജാരിയായി മാറുകയാണ്. ഇതിന്റെ കല്ലിടുമ്പോഴും അങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ച് പണി നടത്താനല്ലേ പറഞ്ഞത്. എവിടെ ബാബറി മസ്ജിദിന്റെ 5 ഏക്കറും അതിന്റെ പണിയും എവിടെ എത്തി? ഇതൊക്കെ ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു യോജിപ്പിന്റെ ശക്തമായിട്ടുള്ള നിലപാടാണ് എടുക്കേണ്ടത്. ഇത് BJP പച്ചയായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുന്നതിന് ഈ രാമക്ഷേത്രത്തിന്റെ ഒരു അലകൾ വലിയ ചർച്ചയാക്കി മാറ്റണം. ആ ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇനി വരും ദിവസങ്ങളെല്ലാം നോക്കിക്കോ. അപ്പൊ തെരഞ്ഞെടുപ്പും അധികം കാലതാമസമില്ലാതെ പ്രഖ്യാപിക്കും. രാമക്ഷേത്രത്തിന്റെ ഈ ഉദ്ഘാടനം കഴിഞ്ഞാൽ എന്ന രൂപത്തിൽ തന്നെ BJP-യുടെ കോർണറിൽ നിന്ന് തന്നെ അഭിപ്രായം വരുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വച്ചുകൊണ്ട് ഉള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലെ തന്നെ അതിന്റെ തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിക്ക് പ്രധാനമന്ത്രിയും BJP-യുടെ മുഖ്യമന്ത്രിമാരും നേതൃത്വം കൊടുക്കുന്നു. അതിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നു. അങ്ങനെ ക്ഷണിക്കുമ്പോൾ തന്നെ അതിന്റെ കള്ളത്തരം മനസ്സിലാക്കാനും പൊള്ളത്തരം മനസ്സിലാക്കാനും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ ഉറച്ച നിലപാട് ഏറ്റവും ആദ്യം തന്നെ സ്വീകരിച്ചത് CPM ആണ്. ആ നിലപാട് സ്വീകരിച്ചത് മറ്റു പല രാഷ്ട്രീയ കക്ഷികൾ ചാഞ്ചാടി നിന്നവർക്കും ഒരു ഉറച്ച നിലപാടെടുക്കാൻ പ്രേരണയായിട്ടുണ്ടാകാം എന്ന് ഈ കേരളത്തിലെ ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു തർക്കം ഈ വിധിന്യായത്തിലൂടെ ശാശ്വതമായി പരിഹരിക്കപ്പെടുമെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന രൂപത്തിലാണ്. അല്ലാതെ അതിന്റെ മെറിറ്റ് കണ്ടുകൊണ്ട് കൃത്യമായി വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവിലേക്ക് എത്തി എന്ന അഭിപ്രായമല്ല ഞങ്ങൾ പറഞ്ഞത്. ആ പ്രശ്നം തീരട്ടെ എന്ന രൂപത്തിലാണ്. പക്ഷേ അങ്ങനെ ഒരു വിധി വന്നതിന് ശേഷവും ഈ വർഗീയത ആളിക്കത്തിക്കാനും മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിന്റെ കലാപത്തിൽ ചുട്ടരിച്ച് നിലനിർത്താൻ, ആ കലാപം അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് BJP-യും RSS-ഉം തുടരുന്നത്. അതിനെ പച്ചയായി തന്നെ CPM എതിർത്തു പോകും. അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ വിശ്വാസം എന്നുള്ളത് എല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഓരോ വ്യക്തിക്കും അവരവരുടെ നിലപാട് സ്വീകരിക്കാം. ഏത് വിശ്വാസത്തിലുള്ളവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. അത് അത്തരത്തിൽ തന്നെ സ്വീകരിച്ചു പോകും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ വന്ന ഇൻവിറ്റേഷനെ ഞങ്ങൾ അന്ന് തന്നെ തള്ളിക്കളഞ്ഞു. ഇത്
പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് മാറ്റുമ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിക്കില്ലെന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ തീരുമാനം നടപ്പാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, ഇവിടെ ശ്രീ പത്മനാഭൻ നേരത്തെ പറഞ്ഞല്ലോ പല കോൺഗ്രസ് നേതാക്കളും അവിടേക്ക് പോകും എന്ന്. ഇന്നലെ കോൺഗ്രസ് പാർട്ടി അതിന്റെ ഔദ്യോഗികമായ റിലീസിൽ പറഞ്ഞ കാര്യം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. അപ്പോൾ പാർട്ടിയിലെ ഒരു വിശ്വാസിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. കോൺഗ്രസ് ആയാലും ഇപ്പോൾ കോൺഗ്രസിന്റെ UP ഘടകത്തിന്റെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മകരസംക്രാന്തിക്ക്, അതായത് ഉദ്ഘാടനത്തിന് മുമ്പ് 15-ാം തീയതിയാണല്ലോ, മകരസംക്രാന്തിക്ക് ഞങ്ങൾ ഇവിടെ പോവും, അവിടെയുള്ള നിലവിലുള്ള രാംലല്ല വിരാജ്മാനെ ഞങ്ങൾ പൂജിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് കോൺഗ്രസിന്റെ UP ഘടകത്തിന്റെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾ മറ്റ് ഹിമാചൽ പ്രദേശിലെയൊക്കെ നേതാക്കളുടെ കാര്യം പറഞ്ഞു. അവരിപ്പോൾ ഈ ഉദ്ഘാടനം കഴിഞ്ഞാലും രാമക്ഷേത്രത്തിൽ പോകാമല്ലോ. കോൺഗ്രസിൽ വിശ്വാസികളായ ആയിരക്കണക്കിന് ആളുകളുണ്ട്, നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം വിശ്വാസിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പല അമ്പലത്തിലും പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ അയോധ്യയിലും പോകും, മറ്റിടത്തുമൊക്കെ പോകും. ഈ ഒരൊറ്റ ഉദ്ഘാടനം അവരില്ലാതെ നടന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാം വിശ്വാസികളല്ലാതായി എന്ന് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രചരിപ്പിച്ചാൽ ആളുകൾ വിശ്വസിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞത് ഉദ്ഘാടനത്തിന് തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുമെന്നാണ്. അതായത് ഉദ്ഘാടനത്തിന് കോൺഗ്രസ് നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയും അതിന് മുമ്പും അതിന് ശേഷവും അവർ വന്നു പോകുന്ന അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അന്ന് തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ അതൊക്കെ നടക്കും. കാരണം അതിൻ്റെ ഒരു സാഹചര്യം അതാണ്, അത് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ആ ചടങ്ങ് വിജയകരമായി നടക്കും. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല. അത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്ഷേത്രമാണ്. BJPയുടെ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഒന്നും ക്ഷണിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അവിടെ വലിയ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ധാരാളം, ഒരു പരിധിക്കപ്പുറം VIP-കൾ അവിടെ വേണ്ട എന്നാണ് തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു ലിമിറ്റഡായ ഒരു VIP-കൾ മാത്രമേ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ആ രീതിയിൽ കാര്യങ്ങൾ നടക്കും. അതിനെ ഇങ്ങനെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്തിട്ട് കോൺഗ്രസിന് ഏതായാലും ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം CPM-ന് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ അടക്കം ഇന്ത്യ രാജ്യത്ത് 10, 15, 16 സീറ്റിൽ മാത്രം സീരിയസ് ആയി മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് അവർ. അവർക്കിപ്പോൾ എന്ത് നിലപാടും എടുക്കാം. പക്ഷേ അതല്ലല്ലോ കോൺഗ്രസിൻ്റെ സ്ഥിതി. അതുകൊണ്ട് ആ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനകത്തുണ്ട്. കോൺഗ്രസിനകത്ത് ആ പ്രശ്നമുണ്ട്. അതാണ് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാൻ കാരണം. കർണാടകത്തിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ തീരുമാനമെടുത്തു എന്ന്. കർണാടക ഗവൺമെൻറ് ഈ നിമിഷം വരെ ആ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. 22-ാം തീയതി ക്ഷേത്രങ്ങളിൽ പൂജ നടത്തണം, സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ പൂജ നടത്തണമെന്ന ഉത്തരവ് ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. കാരണം അവർക്കിതിൻ്റെ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ നാളെ അഭിസംബോധന ചെയ്യേണ്ട നേതാക്കന്മാർക്കൊക്കെ ഇതിൻ്റെ പ്രാധാന്യം അറിയാം, രാമക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാ പറയുന്നത് പോലെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തു, ഇനി കഴിഞ്ഞു, അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശ്രീ നൌഷാദ്, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ, നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രഭാത സദസ്സിൽ പങ്കെടുക്കാൻ പോയ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. കാരണം പാർട്ടി ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന് നിരക്കാത്ത വിധത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പാർട്ടിക്ക് വെളിയിലാവും എന്നുള്ളതായിരുന്നു നയം. ഇപ്പോൾ പാർട്ടി ഇവിടെ ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോകുന്നില്ല. ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ നേതാക്കളെ നമ്മൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പുറകിലെങ്ങാനും കണ്ട അവരെ കോൺഗ്രസ് പുറത്താക്കുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയ ആളുകളെ പുറത്താക്കിയാൽ നേരിടാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. മാത്രമല്ല, ഒരു കാലത്ത് രാജീവ് ഗാന്ധിയുടെ പ്രൊജക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ നിലയിൽ അവതരിപ്പിക്കപ്പെട്ട, ഞങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് ഇപ്പോഴും കർണാടകയിലെ കോൺഗ്രസ് പറഞ്ഞത് ഞാൻ പറഞ്ഞു. മധ്യപ്രദേശിലെ കോൺഗ്രസിനും രാജസ്ഥാനിലെ കോൺഗ്രസിനും ഒക്കെ ഞങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് തരേണ്ടതെന്നുള്ള അഭിപ്രായമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി പോയി സഹകരിക്കുന്ന ആളുകളെയൊക്കെ പുറത്താക്കാനോ നടപടിയെടുക്കാനോ ഒക്കെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറ്റുമോ? അങ്ങനെ ഒരു നീക്കം ഉണ്ടോ? അഭിലാഷ്, ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിനും നിലപാടിനും എതിരായിട്ട് പോയ രാജേന്ദ്ര പ്രസാദ് ഉള്ളൊരു പാർട്ടിയാണിത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെടുത്തിയൊന്നും ഇതിനെ ഒരു ചോദ്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസ്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് റെഫറൻസുകളുണ്ട്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ പോകുന്ന ആളുകൾ പിന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ ഒരു അപ്രസക്തമാണ്. ഇനി ആരെങ്കിലും പോയാൽ
അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് അത്തരമൊരു വേളയിൽ ചർച്ച ചെയ്യാമെന്നതല്ലാതെ അതൊന്നും മുൻകൂർ പറയേണ്ട ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ കോൺഗ്രസിനോട് മാത്രം ചോദിക്കുന്നത് എന്താണെന്നും കൂടി എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ നിലപാട് പറഞ്ഞ മറ്റേതെങ്കിലുമൊക്കെ പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങളിങ്ങനെ ചോദിക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ ഒരു കേഡർ പാർട്ടിയോ ഞങ്ങളുടെ പാർട്ടിക്ക് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിച്ച ആളെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന പാരമ്പര്യമുള്ള പാർട്ടിയൊന്നുമല്ല. ഇതൊരു വിശാല ജനാധിപത്യത്തിന്റെ ആലവലിയുള്ള നേതാക്കൾ ഇപ്പോൾ കമൽനാഥ് 17 വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ക്ഷണമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിഗ്വിജയ് സിംഗ് ക്ഷണിക്കാത്തതിൽ ഖിന്നനാണ്. അപ്പോൾ ഇതുപോലെയുള്ള നേതാക്കൾക്ക് അന്ന് ഇപ്പോൾ അവിടെ ക്ഷണമില്ലാത്തത് കൊണ്ട് പോകാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ എന്നാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അവസരമാണെങ്കിൽ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ അവസരമാണ് ഇത് എന്ന് കോൺഗ്രസ് കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സാധ്യതകളെയും നിരാകരിക്കുക എന്നുള്ളത് കൂടിയാണല്ലോ അതിൻ്റെ അർത്ഥം. നിങ്ങളങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത ഉള്ളതായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഉള്ള ഒരു പാർട്ടിക്ക് 4 നേതാക്കളെ അങ്ങോട്ട് ഒളിച്ചു കടത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ ഒളിച്ചു കടത്തിയോണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വല്ലതും നേട്ടമോ അതുകൊണ്ട് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നിലപാട് തന്നെ നമുക്ക് തിരുത്തി ഒരു പുതിയ മറ്റൊരു നിലപാടെടുത്താൽ പോരായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ കോൺഗ്രസ് ഒരു നിലപാടെടുത്തതിന് ശേഷവും ആ നിലപാടിനെ ഇങ്ങനെ സംശയദൃഷ്ടിയിലും ഇങ്ങനെ സ്തംഭിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ചില ആളുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാകാം. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ അത് ബാലിശമാണ് എന്ന് പറയാൻ അഭിലാഷ് ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് അസന്നിഗ്ധമായിട്ടൊരു തീരുമാനം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ രാമൻ എന്നത് ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച രാമനാണ്, ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കിയ രാമനാണ്. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ സമര വേളയിൽ ബംഗാളിൽ നിന്ന് പിന്നെ കാളി മാതാവിൻ്റെയും ദുർഗയുടെയും ഒക്കെ സ്തുതികളും മഹാരാഷ്ട്രയിൽ നിന്ന് പിന്നെ ഗണപതി സ്തുതികളൊക്കെ വന്ന് ഒരു മതകീയമായൊരു സാഹചര്യമൊക്കെ സ്വാതന്ത്ര്യത്തിന് പ്രയോജനപ്പെടുത്താൻ അവിടെയുള്ള നേതാക്കളെന്ന് ശ്രമിച്ചിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി മുതൽ ഗോപാലകൃഷ്ണ ഗോഖലെയും തിലകനൊക്കെ അങ്ങനെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഗാന്ധിയുടെ രാമനാണ് അതിനൊക്കെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിപ്പിച്ചത്. ആ രാമനിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഞങ്ങൾ രാമൻ്റെ അപദാനങ്ങൾ പറയുന്നു, രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ തെറ്റാവും? ഞങ്ങളുടെ രാമസങ്കല്പം ഞങ്ങൾക്കുണ്ട്. രാമരാജ്യം ഈ രാജ്യത്ത് സംസ്ഥാപിതമാവണമെന്ന് പറഞ്ഞ ഗാന്ധിയാണ് ഞങ്ങളുടെ മാതൃക. അതേ ഗാന്ധി തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഭരണമാണ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയും വിശ്വാസ സങ്കലനവുമാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്ര. ഞങ്ങൾ ആ വലിയ ഗൃഹാതുരത്വത്തിലാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. അല്ലാതെ ഉടവാളേന്തി ആളുകളെ കൊന്ന് വെട്ടിക്കീറി ധ്രുവീകരിച്ച് പല തട്ടുകളിലായി ചിതറിത്തെറിപ്പിക്കുന്ന രാമസങ്കല്പവും മതസങ്കല്പവും അല്ല കോൺഗ്രസിൻ്റേത്. ശരി, ഇവിടെ ശ്രീ അരുൺകുമാർ, നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ കോൺഗ്രസിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയാണ്. അതിന്റെ ചരിത്രം എടുത്താൽ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷം ഒക്കെ കാണാൻ കഴിയും. ഗാന്ധിജിക്കെതിരായ അല്ലെങ്കിൽ ഗാന്ധിജിയെ വിമർശിക്കുന്ന എത്രയോ നിലപാടുകളും ധാരകളും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൽ പല ധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, സത്യമാണ്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഒരു നിലപാട് കേന്ദ്ര തലത്തിലെടുക്കുന്നു. രാഹുൽ ഗാന്ധി, എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും നെഹ്റുവിയനായ കൃത്യമായ നിലപാടുള്ള ഒരു നേതാവാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധി ഒരു നിലപാടെടുക്കുന്നു. അപ്പോൾ കമൽനാഥിനും ദിഗ്വിജയ് സിംഗിനും അല്ലെങ്കിൽ സുഖ്വീന്ദർ സുഖുവിനും ഒക്കെ വേറെ നിലപാടുണ്ടല്ലോ, അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താണ് പ്രസക്തി? കോൺഗ്രസിന്റെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ഒരൊറ്റ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ ഒരാൾ അയാളുടെ നിലപാട് പറഞ്ഞാൽ അതിനെയല്ലേ നമ്മൾ മുഖ്യമായി കാണേണ്ടത്? അല്ല, അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് വന്നപ്പോൾ അതിനെ ഞങ്ങൾ ആദ്യം സ്വാഗതം ചെയ്തത്. അത് വളരെ വൈകിപ്പോയി. ഒരു ഉറച്ച നിലപാടായി ഈ ക്ഷണം കിട്ടിയപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത്തരം കൺഫ്യൂഷൻ ഉണ്ടാക്കുമായിരുന്നില്ല. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിലപാടെടുക്കുകയും അവരുടെ സംസ്ഥാന പേജുകളിലടക്കം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ RSSന്റെ അജണ്ടയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമായിരുന്നില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, രാജ്യം വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. RSSനെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി മാറ്റാൻ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ രാജ്യം നേരിടുന്ന ഗൗരവമായിട്ടുള്ള കർഷക പ്രശ്നമൊന്നുമല്ല, മറിച്ച് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള സാഹചര്യം മാത്രമാണ്. 2019 ഇതേ രൂപത്തിൽ നിരവധി നോട്ട് നിരോധനം, GST അടക്കം പല വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പുൽവാമയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ആ ചർച്ച മുഴുവൻ ഒറ്റ വിഷയത്തിലേക്ക് 2019 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആ ചർച്ച ഒരൊറ്റ ദേശീയ വിഷയത്തിലേക്ക് ഊന്നാൻ അവർക്ക് കഴിഞ്ഞു.
അപ്പൊ അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഊന്നുന്നത് ഈ ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 29ഓളം രാഷ്ട്രീയ കക്ഷികൾ ഒറ്റ മുന്നണിയായി യോജിച്ച് പ്രക്ഷോഭ രംഗത്തിറങ്ങുകയും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ കൂടുതൽ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ പോകണം എന്ന അഭിപ്രായം തന്നെയാണ് CPM-നുള്ളത്. ഇതിൽ RSSന്റെ ചതി മനസ്സിലാക്കണം, സംഘപരിവാറിന്റെ ചതി മനസ്സിലാക്കണമെന്നും അവിടെ പോയി ഈ ചടങ്ങിൽ പങ്കെടുത്ത് അവരുടെ തീരുമാനത്തിനൊപ്പം കൂട്ടുനിന്നാൽ ജനങ്ങൾക്കിടയിൽ വന്ന് ഏറ്റവും നല്ല രാഷ്ട്രീയം പറയാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് ആദ്യ ദിവസം തന്നെ CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് വൈകിയാണെങ്കിലും അതിലേക്ക് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇതിൽ ഉറച്ചു നിൽക്കണം. ഇനി മറ്റേ രാമന്റെ സീരിയൽ ഉണ്ടാക്കിയത് ഞങ്ങളാണെന്നും ഇത് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിലേക്കും കൂടുതൽ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യവും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണവും നടത്താൻ പോകാൻ പാടില്ല. മറിച്ച് ഇത് ശരിക്കും ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി ഒരു വിശ്വാസത്തെ മാറ്റുന്നു. അതുപോലെ പണി പോലും പൂർത്തിയാകാതെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ട ധൃതി പിടിച്ച സാഹചര്യം ഇവിടെ ഇല്ല. സുപ്രീം കോടതി മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു പോകുന്നത്. ന്യൂനപക്ഷങ്ങളിൽ വലിയ തരത്തിലുള്ള അരക്ഷിതാവസ്ഥ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. മതനിരപേക്ഷവാദികളിൽ ഭാവിയിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വലിയ ആശങ്ക. ഞാൻ ഇടവേളയിലേക്ക് പോകുന്ന ഒരു വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ശ്രീ നൗഷാദ് അലിയോട്. ഈ കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലാരിറ്റി കോൺഗ്രസിനുണ്ട്? ഇപ്പോൾ ഇവിടെ ഈ രാമന്റെ സീരിയലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു ചരിത്ര വസ്തുത ഓർക്കുകയാണ്. അന്ന് രാമ സീരിയൽ വേണമെന്ന് RSS ആണ്, അന്നത്തെ സർസംഘചാലകാണ് വളരെ ശക്തമായി ആവശ്യപ്പെട്ടത്. അന്ന് രാജീവ് ഗാന്ധി അത് അനുവദിച്ചപ്പോൾ അന്നത്തെ HKL ഭാഗത്ത് മന്ത്രി രാജീവിനോട് പറഞ്ഞാണ് ഇത് വേണ്ട, ഇത് അനാവശ്യമായിരിക്കുമെന്ന്. പക്ഷേ രാജീവ് ഗാന്ധി HKL ഭാഗത്തിനെ തള്ളി RSSന്റെ ആവശ്യമെന്ന രാമായണൻ സീരിയൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇത് രാജീവ് ഗാന്ധി 89-ലെ തെരഞ്ഞെടുപ്പ് പ്രചരണം മണിശങ്കർ അയ്യർ എഴുതി കൊടുത്ത പ്രസംഗത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് രാമരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുടങ്ങിയത് പോലും. അങ്ങനെ ആ കാലത്തൊരു നിലപാടിൽ നിന്ന് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കാലത്ത് എത്തുമ്പോൾ ഇതാണ് നിലപാടെന്നുള്ള ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടോ? അതോ മൂന്നാല് വള്ളത്തിൽ കാല് വെച്ച് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള നിലപാടാണ്? അഭിലാഷ്, ഈ രാമായണ സീരിയല് രാമാനന്ദ സാഗറിന്റേതാണ്. എനിക്കറിയില്ല അത് RSSന്റെ ആണോ എന്നുള്ളത്. രാമാനന്ദ സാഗർ അതിന്റെ സംവിധായകനായിരുന്നു. RSS ആണ് അതിന്റെ നിർമ്മാതാക്കൾ എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. RSS അല്ല നിർമ്മാതാക്കൾ. പക്ഷേ ഈ സീരിയൽ ദൂരദർശനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം സംബന്ധിച്ച് അന്നത്തെ സർസംഘചാലക് തന്നെ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തിയിരുന്നു. അല്ല, ഇവിടെ ഈ സർസംഘ് ചാലകും RSSകാരും അന്നത്തെ സംഘ് പരിവാരും ഒക്കെ മുച്ചൂടും എതിർത്തിരുന്നു. സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന സഞ്ജയ് ഖാന്റെ സീരിയലിനെ ആ കാലത്ത് ആ സീരിയലും ഇവിടെ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിങ്ങനെ സന്ദർഭത്തിൽ നിന്ന് ഒന്നിനെ മാത്രം അടർത്തിയെടുത്ത് അതിനെ ഇന്നത്തെ സാഹചര്യത്തോട് ബന്ധിപ്പിച്ചിട്ടൊക്കെ ഒരു കുറ്റാരോപണം മെനഞ്ഞെടുക്കാൻ കോൺഗ്രസിന്റെ കർണാടക ഘടകത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവകാശവാദമാണ് നമ്മളല്ലേ സീരിയൽ ദൂരദർശനിൽ കാണിച്ചത്. ദൂരദർശനിൽ അന്ന് രാമായണം കാണിച്ചിട്ടുണ്ട്, മഹാഭാരതം കാണിച്ചിട്ടുണ്ട്, സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ കടമറ്റത്ത് കത്തനാര് പോലെയുള്ള സീരിയലുകളൊക്കെ പിൽക്കാലത്ത് ശേഷം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയവുമായിട്ടൊക്കെ ചേർത്ത് പറയുമ്പോൾ വ്യാഖ്യാനിക്കാൻ പലതും കിട്ടും. കാരണം നമുക്ക് പലതുമായിട്ടും പല സാമ്യതകളും താരതമ്യങ്ങളും ചുറ്റുപാടൊക്കെ കിട്ടും. പ്രധാനമന്ത്രിമാരെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ അന്നത്തെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ എതിർപ്പും അതെങ്ങനെ രാജീവ് ഗാന്ധി ഓവർറോൾ ചെയ്തു എന്നുള്ളത് വളരെ സ്പഷ്ടമായി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പൊ പക്ഷേ എന്തായാലും ക്ലാരിറ്റി ഉണ്ടല്ലോ. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയുടെ അവസാന ഘട്ടങ്ങളിലേക്കാണ്. ശ്രീ പത്മനാഭൻ, രാമക്ഷേത്രം നമുക്കറിയാം 1989 കാര്യം താങ്കൾ തന്നെ സൂചിപ്പിച്ചു. പല തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2019 തന്നെ സുപ്രീം കോടതി വിധി വന്നു. രാമക്ഷേത്രം എന്ന് പറയുന്നത് സാധ്യമായി എന്നുള്ളത് എന്താ പറയുക, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് ഹിന്ദു വിഭാഗക്കാരെ സംബന്ധിച്ചായാലും ഇനി പള്ളി നഷ്ടപ്പെട്ട മുസ്ലിം വിഭാഗക്കാരെ സംബന്ധിച്ചായാലും ഇപ്പോൾ വലിയ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ല എന്നിരിക്കെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രത്യേകമായി ഗുണം ചെയ്യുന്ന ഒരു വിഷയമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ അതിൻ്റെ ആ വല്ലാത്ത വൈകാരിക ഘട്ടമൊക്കെ ഇന്ത്യ പിന്നിട്ട് കഴിഞ്ഞില്ലേ? അല്ല, തെരഞ്ഞെടുപ്പ് വിഷയമാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ 1988 ഹിമാചൽ പ്രദേശിലെ പാലംപൂരിൽ വെച്ച് നടന്ന BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തെ BJP ഔദ്യോഗികമായി പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത്. അന്നു മുതൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഒരു ഐറ്റമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇനമാണ് രാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണം. 370 വകുപ്പിനും ഏകീകൃത സിവിൽ നിയമത്തിനുമൊപ്പം. അപ്പോൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ അത് നേരത്തെ, അതായത് 1989 മുതൽ കൊടുത്ത വാഗ്ദാനമാണ്. അതിനു മുമ്പും മറ്റ് 2 വിഷയങ്ങളുണ്ട്. 89 തെരഞ്ഞെടുപ്പിലാണ് ഈ വിഷയം കൂടി വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 24 തെരഞ്ഞെടുപ്പിലും
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഒരുപാട്. ഇപ്പോൾ ഈ ചർച്ചയുടെ ഇടവേളയിൽ തന്നെ ഇവിടെ പരസ്യത്തിൽ കാണിച്ച ഉജ്ജ്വല യോജന, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത്, ഗരീബ് കല്യാൺ അന്ന യോജന, മാതൃവന്ദനം, നാളെ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന 21 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അർണബ് ഗോസ്വാമി വരെ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഛത്തീസ്ഗഡ് ഞങ്ങൾ പിടിച്ചെടുത്തത്, മധ്യപ്രദേശ് നിലനിർത്തിയത്, രാജസ്ഥാനിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും അടിസ്ഥാന വിഷയവും തെരഞ്ഞെടുപ്പ് വിഷയമാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, അത് എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ളതൊന്നും അല്ലത്. ഇത് എത്രയോ കാലമായി ഞങ്ങൾ ഒരു മറുപടി അതിന്, അതായത് വേറെ വിഷയങ്ങളുണ്ട്, ഇത് ഞങ്ങളുടെ എന്താ പറയുക ടോപ്പിംഗ് ഒക്കെ ആയിട്ട് എടുത്താൽ മതി എന്നുള്ളതാണ്. അല്ല അഭിലാഷ്, ഇവിടെ BJP-ക്കാർ ഈ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താൽ തന്നെ ഇന്ത്യ രാജ്യം അവരുടെ മുഖത്തടിച്ച് അവരെ അകറ്റി ഓടിക്കും അവരെ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവർ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് എടുത്തിടുന്നത്. അദ്ദേഹം ശ്രീപത്മനാഭൻ അങ്ങനെ അല്ലാതെ പറയാൻ കഴിയുമോ? ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒറ്റ ഉജ്ജ്വല യോജന 9.5 കോടി പിന്നെ സ്ത്രീകൾക്ക് സിലിണ്ടർ കൊടുത്തു എന്നാണ് പറയണത്. അതിൽ 8 കോടിയോളം വരുന്ന ആളുകൾ ആ സിലിണ്ടർ 3 തവണയിൽ താഴെയാണ് വിനിയോഗിച്ചത്. 1 കോടി ആളുകൾ ഒരു തവണ പോലും വിനിയോഗിച്ചിട്ടില്ല. കാരണം റിക്കാർഡ് വില കൊടുത്ത് ഗ്യാസ് വാങ്ങിയിട്ട് പിന്നെ ബാങ്കിലേക്ക് വരുന്ന സബ്സിഡിക്ക് കാത്തു നിൽക്കാനുള്ള ശേഷി ഇന്ത്യൻ ഗ്രാമീണ ജനതക്കില്ല. മറ്റ് പിന്നെ പല പദ്ധതികളുടെ പേര് പറഞ്ഞു, അതൊക്കെ UPA കാലത്തെ പദ്ധതികളുടെ പേര് മാറ്റിയതാണ് 80%. മറ്റ് പദ്ധതികളിലൊന്നും ഒരു തരത്തിലുള്ള കഴമ്പും. എന്തായാലും തെരഞ്ഞെടുപ്പിൽ എല്ലാം ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ, നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ നൌഷാദ് അലി, ശ്രീ അരുൺകുമാർ, ശ്രീ പത്മനാഭൻ. സമയം അവസാനിച്ചു. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.